നമ്മുടെ സിജു ഇപ്പോൾ ക്യാമറയിൽ നോക്കി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പനും അമ്മയും ഒന്നും വിഷമിക്കരുത്, കുടുംബത്തിലുള്ള എല്ലാവരും ഇത് കണ്ടു കാണും, അവർക്ക് വിഷമമായിട്ടുണ്ടാവും, ആരും വിഷമിക്കരുത്. റോക്കി എന്റെ സുഹൃത്തായിരുന്നു, അവനോട് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത്, അവൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാവും. സംഭവിച്ചത് സംഭവിച്ചു, ഇനിയിപ്പോ അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ടോപ്പ് 5 വരാനും ഇവിടെ നിൽക്കാനും എല്ലാം യോഗ്യത ഉള്ള ഒരാളായിരുന്നു റോക്കി. പിന്നെ 2-3 ദിവസം കൂടി ഡോക്ടർ എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. അതുവരെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കും, എവിടെയും പോവില്ല. സീസൺ 6 ഏറ്റവും മികച്ച സീസൺ ആക്കുകയും അതോടൊപ്പം സീസൺ 6 ഏറ്റവും മികച്ച മത്സരാർത്ഥിയും ഞാനാവും. ഇത്രയും കാര്യങ്ങളാണ് സിജു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്യാമറയിൽ നോക്കി പറഞ്ഞത്. തന്നെ ശാരീരികമായി ഉപദ്രവിച്ച ഒരാളോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആരെ കൊണ്ടും അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഷിജോ റോക്കിയോട് ക്ഷമിച്ചു. അതിനി സിജോയുടെ ഒരു പുണ്യാളൻ ഗെയിം ആണോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷെ അത് അല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് സിജോയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് പരാതിയില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും എല്ലാം സിജോ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. അത് പുള്ളി കളിക്കുന്ന ഗെയിം അല്ല എങ്കിൽ കേട്ടോ, അത് ഒരു എക്സെപ്ഷൻ ആണ്. പിന്നെ സിജോയ്ക്ക് ഇങ്ങനെ ഒരു അടി കിട്ടുന്നത് ബിഗ് ബോസിനെ തടയാമായിരുന്നു. എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വേണം തടയാമായിരുന്നു. അത് പറയാൻ ഒരു 40-50 സെക്കൻഡ് താമസിച്ചു പോയത് കൊണ്ട് മാത്രമാണ് സിജോയ്ക്ക് അങ്ങനെ ഒരു തല്ല് കിട്ടിയതും റോക്കി ഔട്ടായതും. ഇവരെ രണ്ടുപേരെയും അവിടെ തന്നെ നിർത്തണമായിരുന്നു എന്ന് ബിഗ് ബോസിന് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു 40-50 സെക്കൻഡ് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു ബിഗ് ബോസിന്. അത് ബിഗ് ബോസ് ചെയ്തില്ല. പിന്നെ അതേപോലെ മറ്റൊരു കുറ്റം ചെയ്ത ആളാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഇടിക്കുമെന്ന് വെറുതെ പറഞ്ഞാൽ പോലെ മോനെ റോക്കി ഇടിക്കണം എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അത് റോക്കിക്ക് കൊടുത്ത കോൺഫിഡൻസ് ചില്ലറയൊന്നുമല്ല. അത് പറഞ്ഞപ്പോൾ റോക്കിയുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കാണണമായിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പ്രോത്സാഹന കുറ്റം ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തില്. കൈയടി കിട്ടാൻ വേണ്ടി ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് കാരണം ഇതൊക്കെ സംഭവിക്കുമെന്ന് പുള്ളി പോലും ഓർത്ത് കാണില്ല. സിനിമയിൽ എന്താ പോലെ പുള്ളി പറഞ്ഞു പോയതാണ്, പുള്ളിയെ പറഞ്ഞിട്ടും കാര്യമില്ല. ബിഗ് ബോസിന്റെ ഒരു അവഗണന കാരണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു വിഷയം. അത്രയും സമയം അവിടെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന്, എല്ലാരെയും അവിടെ പിടിച്ചിരുത്തി നോർമൽ ആക്കാനുള്ള അത്രയും ടൈം ഉണ്ടായിരുന്നു. തടയാനുള്ള ഒരു ശ്രമവും ഞാൻ ലൈവില് കണ്ടില്ല. ഇത് പലരും പറയുന്നുണ്ടായിരുന്നു.